ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടളിയല്ലോ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 71 സങ്കീർത്തനം അതിൻ്റെ 22 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. എൻ്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ചും സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. എൻ്റെ അനർത്ഥം കാണാൻ വേണ്ടി കാത്തിരുന്നവർ ഏറെയായിരുന്നു. അത് നിമിത്തം അനുഭവിച്ച നിന്ദയും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഏറെയായിരുന്നു. എന്നാൽ ദാവീദ് രാജാവ് ഇവിടെ പറയാണ്, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ആമേൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഹല്ലേലൂയ ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവരുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർ നമ്മുടെ പിന്നാലെ വരുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവങ്കിലേക്ക് നോക്കിയൊരാരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓടിയതും പാടിയതുമെങ്കിൽ പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പകയ്ക്കുന്നവർ പിന്നാലെ കടന്നു വരുമ്പോൾ ക്രിസ്തുവാന്ന പാറ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടോടിയ പ്രിയപ്പെട്ടവരെ, ഒന്നോർത്താൽ മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിടുതൽ പ്രാപിച്ചൊരു ദൈവ പൈതല് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിടുതൽ പ്രാപിച്ചൊരു ദൈവ പൈതലിൻ്റെ മനസ്സിൽ വിടുവിച്ച ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. അത് പിന്നാലെ വരുന്ന പകയ്ക്കുന്നവരെ നോക്കിക്കൊണ്ട് നമുക്കൊന്ന് അവരെ ഒന്ന് നോക്കിയാൽ, അവർക്ക് വേണ്ടി ഒരു മറുപടി പറഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റില്ല. ദൈവമക്കളെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഈ ദൈവം വഴിക്കിട്ടിട്ട് പോകത്തില്ല. അത്യുന്നതനായ ദൈവം അത്രയും നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഇറങ്ങി നിന്നയോ പരിഹാസങ്ങളോ പകയോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തളർന്നു പോകാതെ നമ്മളെ താങ്ങി നടത്തിയ ദൈവം വലിയവനാ. ദൈവത്തിന് സ്തോത്രം. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആ പാദപീഠത്തിലിരുന്നു കൊണ്ട് ഉപകരണങ്ങളൊക്കെ വായിച്ച് ദൈവത്തെ വാഴ്ത്തുക. കിന്നരം കൊണ്ടും വീണ കൊണ്ടും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും. എൻ്റെ കർത്താവേ, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റുമോ? അത്രമാത്രം നന്മകൾ കൊണ്ട് കർത്താവ് നമ്മളെ നിറച്ചില്ലേ? ശത്രുക്കളുടെ മുമ്പാകെ നമ്മളെ കണ്ട് പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്ന സമയത്ത്, നമ്മളോട് വിരോധമായിട്ട് ധിക്കാരം കാട്ടുന്ന ആൾക്കാരേറെ ഉണ്ടായിരിക്കുമ്പോൾ, ശത്രുക്കൾ ചുറ്റി നടക്കുമ്പോൾ, കർത്താവിലേക്ക് മാത്രം നോക്കിയ കുഞ്ഞിനെ കർത്താവ് കൈവിടുവോ, വീക്ഷിക്കുവോ? ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയുടെ കരം നീട്ടി നമ്മളെ വിടുവിക്കുകയല്ലേ? വിടുതൽ പ്രാപിച്ച ദൈവ പൈതലേ, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ. ക്രിസ്ത്യ ജീവിതത്തിലെ കർത്താവെ, പോരാട്ടങ്ങൾ ഏറെ അനുഭവിക്കേണ്ടി വരുമ്പോഴും വിളിച്ച ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കി കർത്താവെ, അവിടുന്ന് തന്ന ഉപകാരങ്ങളെ മാത്രം ഒന്നോർത്ത് വിളിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട് കർത്താവെ, അവിടുത്തെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കുന്ന മക്കളെ കൺമണി പോലെ കാത്തുപരിപാലിക്കുന്ന ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം, ഗ്ലോറി, സ്തോത്രം.
അതേ കർത്താവെ, ഉള്ളം കരങ്ങളിൽ വഹിക്കുന്ന ഈ നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ ആത്മാവെ ബലപ്പെടുത്തിക്കൊണ്ട് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ജീവിക്കുന്നതും മരിക്കുന്നതും അപ്പ അങ്ങേക്ക് വേണ്ടി മാത്രമായി തീരേണ്ടതിന് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.